നിങ്ങൾ മാധ്യമങ്ങൾ ചില അജണ്ടകൾ പ്ലാൻ ചെയ്യാറുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ആക്കുളം പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്നതായിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് ഉള്ളതാണ്. ആക്ച്വലി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. ഞാൻ അതിനകത്ത് സൂചിപ്പിച്ച പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴത്തെ മന്ത്രിയാണ്, ശ്രീ മുഹമ്മദ് റിയാസാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സ്വകാര്യ കൺസൾട്ടൻറ്റിനെ അവിടെ വെക്കുകയുണ്ടായെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ മിനിസ്റ്റർ അറിയാതെ വെച്ചതാണ്. അക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ, എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടാൻ ഏതാണ്ട് 8-10 മാസക്കാലം വേണ്ടി വന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു സ്വകാര്യ ഏജൻസിയെ കൺസൾട്ടൻ്റായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരാൻ തന്നെ കുറേയേറെ വൈകി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വേറൊന്നും നോക്കിയില്ല, ആ സ്വകാര്യ ഏജൻസിയെ, കൺസൾട്ടൻ്റായിട്ട് കുറച്ചു കാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏജൻസിയെ അദ്ദേഹമാണ് പിരിച്ചുവിട്ടത്. ക്യാബിനറ്റിൽ ഈ വിഷയം കൊണ്ടുപോയത് അദ്ദേഹമാണ്, ക്യാബിനറ്റിൻ്റെ അംഗീകാരം വാങ്ങിച്ച അദ്ദേഹമാണ്. ചില ഉദ്യോഗസ്ഥന്മാർ ഈ പദ്ധതിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഇതിന് ഏതെങ്കിലും ഒരു മുൻ പരിചയമില്ല. വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ മുൻ പരിചയമില്ല. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാർ അലട്ടുന്നുണ്ട്. ഇത് നടപ്പിലാക്കിയാൽ എങ്ങനെയിരിക്കും, ഭാവിയിൽ എന്താകും, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മന്ത്രിയായിരുന്ന കാലത്തോ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ തലസ്ഥാനത്തെ സംബന്ധിച്ച് ഗുണകരമായിരിക്കും. ഒന്ന്, ടൂറിസം ആംഗിളിൽ മാത്രമല്ല, ടൂറിസം ആംഗിൾ വളരെ പ്രധാനം തന്നെയാണ്. അതിനപ്പുറം നമ്മുടെ നഗരത്തിലെ വലിയ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ടിനുള്ള ഒരു വലിയ വാട്ടർ ബോഡിയാണ് ഉണ്ടാവുക. 225 ഏക്കർ വരുന്ന സ്ഥലത്ത് വാട്ടർ ബോഡിയാണ് വീണ്ടെടുക്കുന്നത്. അപ്പോൾ അത് വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമാവും. ഒപ്പം തന്നെ ആക്കുളത്തിൻ്റെ പഴയകാല പ്രതാപം, വളരെ പഴയ കാലത്ത് ധാരാളം ബോട്ടിംഗ് എല്ലാം നടന്നിരുന്നതായിട്ടുള്ള ആ പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ 96 കോടിയുടെ ആ പ്രോജക്റ്റിനുള്ള അംഗീകാരം മന്ത്രിസഭ നൽകുന്നത്. അതിനെല്ലാം ഈ പ്രോജക്റ്റുമായിട്ട് ക്യാബിനറ്റിൽ പോയതും ഈ പ്രോജക്റ്റിന് വേണ്ടി വാദിച്ചതും എല്ലാം തന്നെ റിയാസാണ്, ഇന്നത്തെ മന്ത്രിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ചില ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് തുടക്കം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് നിയമസഭയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അദ്ദേഹവും ഞാനും തമ്മിൽ എന്തോ തർക്കം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. നിങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം മാത്രമാണിത്. എൻ്റെ വാക്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചായിട്ട് ഞാൻ പറഞ്ഞ ഏതാണ്ട് 6-7-8 മിനിറ്റ് നേരം നീണ്ടു നിന്നതായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിൽ എവിടെയെങ്കിലും ഞാൻ ഗവൺമെൻറ്റിനെയോ മിനിസ്റ്ററെ വിമർശിച്ചായിട്ട് ഒരു വാക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? ഉദ്യോഗസ്ഥന്മാർ മൊത്തം ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ. മിനിസ്റ്ററാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ. നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ, ഒരു ഗവൺമെൻറ് സെക്രട്ടറിയും ഡയറക്ടറൊക്കെ എഴുതി വെച്ച കടലാസിൽ തന്നെ അതിനപ്പുറം കടന്നു പോകുന്നതിനാവശ്യമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ച് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെല്ലാം വിളിച്ചു വരുത്തി ഒരു സാങ്കേതിക വൈദഗ്ധ്യമുള്ള കമ്മിറ്റി ഉണ്ടാക്കി അതിനെല്ലാം മറികടക്കുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹം തന്നെയാണ്. ഈ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. മുഖ്യമന്ത്രിയുടെ രണ്ടാമത് അദ്ദേഹം അധികാരമേറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിലെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പ്രോജക്റ്റ് ഇതാണ്. ചില ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാലും എക്സിക്യൂട്ടീവും സർക്കാരിന്റെ ഭാഗമല്ലേ? ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കെട്ടിടം പണിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാതൃകയുണ്ട്. ഒരു ബിൽഡിംഗ്, ഒരു 10 നില ബിൽഡിംഗ് അല്ലെങ്കിൽ 100 നില ബിൽഡിംഗ് പണിയാൻ നമുക്ക് മാതൃകയുണ്ട്. പക്ഷേ ഈ വാട്ടർ ബോഡിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോഴത്തേക്ക് സംശയങ്ങൾ സ്വാഭാവികം. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കും വീഴ്ചയില്ല എന്നുള്ള നിലപാടിലേക്കാണ്. നോ, ഞാൻ പറഞ്ഞല്ലോ, ചില ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ 3 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിനിങ്ങനെ ഇല്ലെങ്കിൽ ഇത് 3 വർഷത്തിന് മുമ്പ് തന്നെ അവസാനിച്ചു പോയേനെ. ഇങ്ങനെ എനിക്ക് നിയമസഭയിലും ചോദിക്കേണ്ടി വരുമായിരുന്നില്ല, സംസാരിക്കേണ്ടി വരുമായിരുന്നില്ല. അദ്ദേഹം കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ. ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. അങ്ങ് ചൂണ്ടിക്കാണിച്ച ഒരു വിമർശനം ഉണ്ടായിരുന്നു സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട്. ആ വിമർശനം അന്ന് മറ്റൊരു തരത്തിലേക്ക് പോയി എന്ന് ഇപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് പക്ഷേ ഇതേപോലെ തന്നെയാണ് അതും ഒരു തരത്തിൽ പെരുപ്പിച്ചു എന്ന് വേണമെങ്കിൽ. നിങ്ങളന്ന് പെരുപ്പിച്ചതല്ലേ? നിങ്ങൾ അത് മാതൃഭൂമി ചാനലാണ്. അവർക്ക് അന്ന് വേറെ വാർത്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10-12 മിനിറ്റ് നേരം ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.
ഈ നഗരസഭ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. എന്നിട്ട് ആ വികസന സെമിനാർ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളും ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത്രയേ ഉള്ളൂ. ഇല്ലല്ല, പറഞ്ഞല്ലോ. ഇന്ന് നിയമസഭയിൽ വന്നൊരു ചോദ്യത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എണ്ണി ഈ കഴിഞ്ഞ മാസങ്ങളിൽ തുറന്നുകൊടുത്ത റോഡുകളുടെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, തുറന്നുകൊടുത്ത റോഡുകളിൽ രണ്ട് തരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം മാത്രം തുറന്നു കൊടുത്തെടുത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയങ്കരമായിട്ടുള്ള മഴ. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ജീവനക്കാർ വന്ന് വെറുതെ മടങ്ങിപ്പോകുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ പല ഘടകങ്ങൾ ഇതിന് ബാധകമാണ്. ഗവൺമെൻറ് സത്യത്തിൽ വളരെയേറെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള റോഡുകൾ കുറേയെങ്കിലും ഗതാഗത യോഗ്യമാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. ഈ പ്രശ്നം വന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു കോൺട്രാക്ടർ, എല്ലാം വലിയ കോൺട്രാക്ടർമാരാണ് ഈ വർക്കൊക്കെ എടുക്കുന്നത്. എൻ്റെ മണ്ഡലത്തിലെ കാര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയൊരു കോൺട്രാക്റ്റാണ്. ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള കോൺട്രാക്ടിങ് കമ്പനിയാണ് വർക്ക് എടുത്തത്. പണി ചെയ്യിപ്പിക്കുന്ന ഇവിടെയുള്ള ഏറ്റവും ഇങ്ങോട്ട് താഴോട്ട് കൊടുത്തു മികച്ച അത് അവരെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് ഇടയായത്. നിങ്ങൾ യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദമൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ്, നമ്മുടെ നഗരത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനമായിട്ട് വരുന്നൊരു കാര്യമാണ്. കടകംപള്ളിയും റിയാസും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുക എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയുടെ പരിശോധനയിലാണ്. ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വെറുതെ ആവശ്യമില്ലാതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ശ്രമമൊന്നും നടത്തേണ്ട കാര്യമില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഫണ്ടിങ് മാത്രമാണ് കിഫ്ബി. ഫണ്ടിങ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കിഫ്ബി തന്നെയാണ് പദ്ധതിക്ക് ഫണ്ട് ചെയ്യുന്നത്. പക്ഷെ നടത്തിപ്പ് അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പദ്ധതിക്ക് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു 10 നില കെട്ടിടം കെട്ടുന്നത് പോലെ അല്ല കോമ്രേഡ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ഇത് 225 ഏക്കർ വരുന്നതായിട്ടുള്ള, ഇന്ന് സമ്പൂർണ്ണമായിട്ട് മണ്ണുകൊണ്ട് അടഞ്ഞു പോയതായിട്ടുള്ള ഒരു വാട്ടർ ബോഡിയെ വീണ്ടെടുക്കലാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതായിട്ടുള്ള വാട്ടർ ബോഡികൾ ഡെവലപ്പ് ചെയ്യലാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകൃതി സംരക്ഷണമുണ്ട്, അതുപോലെ തന്നെ ടൂറിസം വികസനമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പുതിയ പദ്ധതി, ഒരു പുതിയ പ്രോജക്റ്റ്, ഇന്നലെ വരെ നടപ്പിലാക്കാത്തതായിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക സംശയങ്ങൾ ഏതു മനുഷ്യനുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച് പേർക്ക് ഉണ്ടായിപ്പോയി. അതെല്ലാം മാറി വരികയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നതിൽ സംശയമൊന്നും വേണ്ട.